ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക്. സോ ഇന്നത്തെ എൻക്ലെക്സ് ആറിൻ്റെ വീഡിയോയിൽ നമ്മൾ മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് സഫിക്സസ് ആണ് പഠിക്കാൻ പോകുന്നത് കേട്ടോ. സോ സഫിക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചില വാക്കുകളുടെ അവസാനം ഒന്നോ രണ്ടോ ലെറ്റേഴ്സ് ആഡ് ചെയ്യാറുണ്ട് അല്ലേ. ലൈക്ക് ഫോർ എക്സാമ്പിൾ, ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് കാണിക്കാനായിട്ട് നമ്മൾ റണ്ണിങ് അല്ലെങ്കിൽ ഡാൻസിങ്, അപ്പോൾ ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഓടുകയാണ് അല്ലേ, ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ ING യൂസ് ചെയ്യാറുണ്ട്. റണ്ണിങ്, സിംഗിങ്, ഡാൻസിങ്. അപ്പോൾ ആ ING യൂസ് ചെയ്യുന്നത് ഒരു സഫിക്സ് ആണ്. ഓക്കെ, അതേപോലെ മെഡിക്കൽ റിലേറ്റഡ് ആയിട്ട് യൂസ് ചെയ്യുന്ന സഫിക്സസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ അതിൽ ആദ്യത്തെ വാക്കാണ് പ്ലാസ്റ്റി. ഓക്കെ, പ്ലാസ്റ്റി എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ റൈനോപ്ലാസ്റ്റി. ഓക്കെ, റൈനോപ്ലാസ്റ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? സർജിക്കൽ റിപ്പയർ ഓർ റീകൺസ്ട്രക്ഷൻ സർജറി ഫോർ നോസ് അല്ലേ. സോ നോസിൻ്റെ സർജിക്കൽ റിപ്പയർ അല്ലെങ്കിൽ റീകൺസ്ട്രക്ഷൻ സർജറിനെയാണ് നമ്മൾ റൈനോപ്ലാസ്റ്റി എന്ന് പറയുന്നത്. സോ പ്ലാസ്റ്റി എന്ന് എവിടെ കണ്ടാലും ഓർത്തോണം, സർജിക്കൽ റിപ്പയർ ഓർ റീകൺസ്ട്രക്ഷൻ സർജറി, ഇതാണ് ഇതിൻ്റെ മീനിങ് വരുന്നത് കേട്ടോ. ഇനി രണ്ടാമത്തെ വാക്കാണ് സ്കോപ്പ്. ഓക്കെ, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. സ്കോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇൻസ്ട്രുമെന്റ് ദാറ്റ് ഇസ് യൂസ്ഡ് ഫോർ വ്യൂവിങ്. ഓക്കെ, ലൈക്ക് ഫോർ എക്സാമ്പിൾ എൻഡോസ്കോപ്പ് എന്ന് കേട്ടിട്ടില്ലേ? എൻഡോസ്കോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോഡിയുടെ ഇൻസൈഡ് വ്യൂ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് അല്ലേ. അപ്പോൾ എൻഡോസ്കോപ്പ്, സ്കോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യൂ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, അടുത്തതാണ് ഗ്രാം. ഓക്കെ, ഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെക്കോർഡിംഗ് ഓർ ആൻ ഇമേജ് എന്നാണ് അതിന്റെ മീനിങ്. ഓക്കെ, എക്സാമ്പിൾ ഇലക്ട്രോ കാർഡിയോഗ്രാം, എക്കോ കാർഡിയോഗ്രാം എന്നൊക്കെ കേട്ടിട്ടില്ലേ? സോ ഇലക്ട്രോ കാർഡിയോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെക്കോർഡിംഗ് ഓഫ് ദ ഹാർട്ട്സ് ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി. ഓക്കെ, ഹാർട്ടിന്റെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി റെക്കോർഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇലക്ട്രോ കാർഡിയോഗ്രാം എന്ന് പറയുന്നത്. സോ ഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെക്കോർഡിംഗ് അല്ലെങ്കിൽ ആൻ ഇമേജ് എന്നാണ് അത് മീൻ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വാക്കാണ് പതി. ഓക്കെ, ന്യൂറോപ്പതി എന്നൊക്കെ കേട്ടിട്ടില്ലേ? പതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസീസ് അല്ലെങ്കിൽ ആൻ അബ്നോർമൽ കണ്ടീഷൻ എന്നാണ് മീൻ ചെയ്യുന്നത്. ലൈക്ക് ന്യൂറോപ്പതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെർവസ് സിസ്റ്റത്തിനെ ബാധിക്കുന്ന ഒരു ഡിസീസ് അല്ലെങ്കിൽ ഒരു അബ്നോർമൽ കണ്ടീഷൻ, അതിനെയാണ് നമ്മൾ ന്യൂറോപ്പതി എന്ന് പറയുന്നത്. സോ പതി മീൻസ് an abnormal condition or a disease. അടുത്ത വാക്കാണ് ലൈസിസ്. ഇതിന്റെ മീനിങ് വരുന്നത് സെപ്പറേഷൻ, ഡിസൊല്യൂഷൻ അല്ലെങ്കിൽ ഡിസ്ട്രക്ഷൻ എന്നൊക്കെയാണ്. ഓക്കെ, സോ ലൈസിസിന്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡയാലിസിസ് എന്ന് കേട്ടിട്ടില്ലേ? ഡയാലിസിസിന്റെ മീനിങ് എന്താണ്? സെപ്പറേഷൻ ഓഫ് വേസ്റ്റ് പ്രോഡക്ട്സ് ഫ്രം ദ ബ്ലഡ്. ഓക്കെ, സോ സെപ്പറേഷൻ എന്നൊരു മീനിങ് ആണ് അവിടെ വരുന്നത്. ഓക്കെ, സെപ്പറേഷൻ, ഡിസൊല്യൂഷൻ അല്ലെങ്കിൽ ഡിസ്ട്രക്ഷനെ നമ്മൾ ലൈസിസ് എന്ന് പറയും. എക്സാമ്പിൾ ആണ് ഡയാലിസിസ്. അടുത്ത വാക്കാണ് ടോമി. ട്രക്കിയോട്ടമി എന്ന് കേട്ടിട്ടില്ലേ? ഇൻസിഷൻ അല്ലെങ്കിൽ കട്ടിങ്ങിനെയാണ് നമ്മൾ ടോമി എന്ന് പറയുന്നത്. ട്രക്കിയയിൽ ഒരു ഇൻസിഷൻ മേക്ക് ചെയ്യുന്നതിനെയാണ് ട്രക്കിയോട്ടമി എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അടുത്ത വാക്കാണ് മെഗാലി. എൻലാർജ്മെന്റ് എന്നാണ് മെഗാലിയുടെ മീനിങ്. ഹെപ്പാറ്റോ മെഗാലി എന്ന് കേട്ടിട്ടില്ലേ? എൻലാർജ്മെന്റ് ഓഫ് ദ ലിവർ. ലിവർ എൻലാർജ് ആകുന്നതിനെയാണ് നമ്മൾ ഹെപ്പാറ്റോ മെഗാലി എന്ന് പറയുന്നത്. അടുത്ത വാക്കാണ് റിയ. ഓക്കെ, ഡിസ്ചാർജ് അല്ലെങ്കിൽ ഫ്ലോയിനെയാണ് നമ്മൾ റിയ എന്ന് പറയുന്നത്. ഓക്കെ, ഡയേറിയ എന്ന് കേട്ടിട്ടില്ലേ? എക്സസീവ് ഡിസ്ചാർജ് അല്ലെങ്കിൽ എക്സസീവ് ഫ്ലോ ഫ്രം ദ ബവൽ, അതിനെയാണ് നമ്മൾ ഡയേറിയ എന്ന് പറയുന്നത്. സോ റിയ മീൻസ് ഫ്ലോ അല്ലെങ്കിൽ ഡിസ്ചാർജ്. അടുത്ത വാക്കാണ് സ്റ്റീനോസിസ്. സ്റ്റീനോസിന്റെ മീനിങ് നാരോയിങ് അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ എന്നുള്ളതാണ്. അതായത് ചെറുതാകുക, നാരോ ആവുക. ഓക്കെ, അയോട്ടിക് സ്റ്റീനോസിസ് എന്ന് കേട്ടിട്ടില്ലേ? അയോട്ടിക് വാൽവ് നാരോ ആവുന്നതിനെയാണ് നമ്മൾ അയോട്ടിക് സ്റ്റീനോസിസ് എന്ന് പറയുന്നത്. സോ സ്റ്റീനോസിസ് എവിടെ കണ്ടാലും ഓർത്തോണം, നാരോയിങ് എന്നാണ് അതിന്റെ മീനിങ്. അതായത് ചെറുതാകുക, ചുരുങ്ങുക എന്ന് നമ്മൾ പറയും. അടുത്ത വാക്കാണ് സൈഡ്. ഓക്കെ, കില്ലിംഗ് അല്ലെങ്കിൽ ഡിസ്ട്രോയിങ് എന്നാണ് സൈഡിന്റെ മീനിങ് വരുന്നത്. ബാക്ടീരിയ സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ബാക്ടീരിയനെ കില്ല് ചെയ്യുക, ബാക്ടീരിയനെ ഡിസ്ട്രോയ് ചെയ്യുക എന്നാണ് മീൻ ചെയ്യുന്നത്. സൈഡ് മീൻസ് കില്ലിംഗ് ഓർ ഡിസ്ട്രോയിങ്. അടുത്ത വാക്ക് നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒരു വാക്കാണ് ഐറ്റിസ് അല്ലെ. ഗ്യാസ്ട്രൈറ്റിസ്, ഈസോഫാജൈറ്റിസ് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? ഐറ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫ്ലമേഷൻ എന്നാണ് മീൻ ചെയ്യുന്നത്. സോ ഗ്യാസ്ട്രൈറ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റൊമക്കിന്റെ ഇൻഫ്ലമേഷൻ ആണ്. ഓക്കെ, അടുത്ത വാക്കാണ് എക്ടമി. ഓക്കെ, എക്ടമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർജിക്കൽ റിമൂവൽ എന്നാണ് മീൻ ചെയ്യുന്നത്. അപ്പൻഡെക്ടമി എന്താണ്? അപ്പൻഡിക്സ് സർജിക്കലി റിമൂവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ അപ്പൻഡെക്ടമി എന്ന് പറയുന്നത്. സോ മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് സഫിക്സസ് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.